ഞാൻ ആ സിനിമ കണ്ടപ്പോൾ ഉണ്ടല്ലോ, ഈ തേനമ്മ ഈ ഒരു സിനിമയുടെ നറേഷനിൽ നടത്തുന്ന ഒരു ഇടപെടൽ വലിയ രീതിയിലുള്ളൊരു ഇമ്പാക്റ്റാണ് ആ സിനിമയ്ക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ തേനമ്മയുടെ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഡെപ്തിലേക്ക് പോവുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ യജമാനത്തിയോട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പ്രണയം തോന്നുന്നുണ്ടോ എന്നെനിക്കൊരു ഡൗട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്വന്തം ജീവിതമായിട്ട് ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിലെ ട്രാൻസ് കമ്മ്യൂണിറ്റി കടന്നു പോകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, റിലേഷൻഷിപ്പ് ക്രൈസിസ്, ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. ആ ഒരു ഇതുമായിട്ട് ഏതെങ്കിലും രീതിയിൽ കണക്ഷൻ ഈ തേനമ്മയുടെ ലൈഫ് എക്സ്പീരിയൻസുമായിട്ടും സഞ്ജനയുടെ സ്വന്തം ജീവിതത്തിലുള്ള എക്സ്പീരിയൻസുമായിട്ടും ഏതെങ്കിലും രീതിയിലുള്ളൊരു കണക്ഷൻ തോന്നിയിട്ടുണ്ടായിരുന്നോ? നമ്മളെ കൂടെ നിൽക്കുന്നവരെ, ഇപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളൊക്കെ ഞാൻ എപ്പോഴും സേഫാക്കി നിർത്താൻ ശ്രമിച്ചിട്ടുള്ളത്. തേനമ്മ എന്ന് പറയുന്ന ക്യാരക്ടർ എല്ലാവരെയും സേഫ് ആക്കുന്ന, അല്ലെങ്കിൽ തൻ്റെ യജമാനത്തിയെ സേഫ് ആക്കുന്ന വളരെ വിശ്വസ്തതയുള്ള ഒരു ആളായിട്ടാണ് അതിൽ കാണിക്കുന്നത്. അത് ഒരിക്കലും പ്രണയമല്ല. ഈ പറയുന്ന പോലെ എന്താണ് നമ്മുടെ യജമാനൻ പോകുന്ന ചങ്ക് പറിച്ചു കൊടുക്കുന്ന ഒരു വിശ്വസ്തയായിട്ടുള്ള ഒരു തോഴിയാണ് തേനമ്മ. അപ്പൊ അതാണ് ആ സിനിമയിൽ മെയിനായിട്ട് കാണുന്നത്. റാണിക്ക് ഒരു സങ്കടം ഉണ്ടായ സമയത്ത് ആ സങ്കടത്തിന് ഏത് വിധേനയും, ഇപ്പൊ വാലിബനെ കൊന്നിട്ടായാലും ബാക്കിയുള്ള ആരെ കൊന്നിട്ടായാലും റാണിയുടെ സന്തോഷം അത് നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് തേനമ്മയുടെ യാത്ര. അതാണ് ആ സിനിമയിൽ നമ്മൾ കാണുന്നത്. പക്ഷെ ലിജോസാന്റെ പടത്തിൽ എല്ലാവർക്കും അങ്ങ് പെട്ടെന്നൊന്നും ക്ലിക്ക് ആവില്ല. എപ്പോഴും പലർക്കും ആ ലാസ്റ്റിലെ പോർഷൻസ് ഒക്കെ എപ്പോഴും കൺഫ്യൂഷൻ, ആരാണ് കൊന്നിട്ടുണ്ടാവുക എന്നുള്ളതൊക്കെ. പിന്നെ ഒരു സെക്കൻഡ് പാർട്ട് എന്നൊക്കെ പ്രതീക്ഷ എല്ലാവരും മനസ്സിലുണ്ട്. അപ്പൊ നമുക്ക് അതിലറിയായിരിക്കും, നമുക്ക് പോലെ അത് അറിഞ്ഞൂടാ. ആ ലാസ്റ്റ് പാർട്ട് ക്ലൈമാക്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ, ഇപ്പം LJPയുടെ സിനിമയിൽ ക്ലൈമാക്സ് എന്ന് പറയുന്നത് വലിയൊരു വലിയൊരു ഫാക്ടറാണ്. നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു ക്ലൈമാക്സ് ആണ്. വലിയൊരു വിഷ്വൽസിന്റെയും കളറിന്റെ ഒക്കെ ഒരു ബ്ലെൻഡ് ചെയ്തുള്ള വലിയൊരു ആഘോഷമാണ്. കയോസ് ആണ് എപ്പോഴും അദ്ദേഹത്തിന്റെ ക്ലൈമാക്സ് സീൻസ് മിക്ക സിനിമകളിലും. ഇതും അതുപോലെ തന്നെയായിരുന്നു. ഇപ്പോൾ ഞാൻ ഒരു ഇന്റർവ്യൂവിൽ സഞ്ജന പറഞ്ഞ് കേട്ടായിരുന്നു, അതിനകത്ത് ഈ ലാലേട്ടൻ്റെ പിന്നിൽ ഓടുന്ന ഒരു സീക്വൻസ് ഉണ്ടല്ലോ, അത് ഷൂട്ട് ചെയ്യപ്പോൾ ഉണ്ടായ ഒരു പേടി ഉണ്ടായിരുന്നു. അതിനെ കുറിച്ചൊന്ന് പറയാമോ? അത് ആ സിനിമയിൽ ഒരിക്കലും അത് ആക്ച്വലി അത് ശരിക്കുള്ള പേടിയാണ്, എൻ്റെ പേടി. കാരണം എനിക്ക് ചെറിയ പടക്കം പൊട്ടുന്ന പോലും പേടിയാണ്. അപ്പൊ ഞാനും വിചാരിച്ചിരിക്കുന്നത് ഇത്തരം സീനുകളൊക്കെ ഗ്രാഫിക്സ് ആണ് എന്നാണ്. അപ്പോൾ ലാലേട്ടൻ ഉണ്ട്, ഹരീഷ് ചേട്ടനുണ്ട്, ഞങ്ങൾ എല്ലാവരും ആ ഒരു മെയിൻ ഒരു 8 ക്യാരക്ടേഴ്സ് എല്ലാവരും അവിടെ ഉണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ഒരു നേരെയുള്ള വഴി, അപ്പൊ അതിലൂടെ ഓടണം, 2 സൈഡിൽ നിന്നും ബ്ലാസ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു. അപ്പോഴും നമ്മൾ വിചാരിക്കുന്ന ചെറിയ എന്തെങ്കിലും പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷെ ഫസ്റ്റത്തെ ഒരു ടേക്ക് പോയ സമയത്താണ് നമ്മൾ അറിയുന്നത് ഇതിൻ്റെ ഉള്ളിലൊക്കെ ചെറിയ ചെറിയ ബ്ലാസ്റ്റ് ഉണ്ടെങ്കിലും ഇതിൽ ഓരോ മെറ്റീരിയലിൻ്റെ അടിയിലാണ് വെച്ചേക്കുന്നത്. ചിലത് സോയാബീൻ, പിന്നെ കോൺ, അങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങൾ വെച്ചിട്ട് ബ്രെഡ്. അപ്പോൾ ഈ ബ്ലാസ്റ്റ് ചെയ്യുമ്പോൾ ഇതെല്ലാം വന്ന് തെറിക്കുന്നുണ്ട്. അതിൻ്റെ മരത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ വന്ന് നമ്മൾ മേലെ തട്ടുന്നുണ്ട്, കണ്ണിൽ തട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തീപ്പൊരിയും പാറുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു പേടിയുണ്ട്. അപ്പോൾ പേടിപ്പിച്ചപ്പോൾ നമ്മൾ ഒരു ടേക്കും കൂടി നമുക്ക് എടുക്കേണ്ടി വന്നിരുന്നു. അപ്പോഴാണ് ഈ ലാലേട്ടൻ പറഞ്ഞത്, അതൊന്നും മൈൻഡ് ചെയ്യേണ്ട, നമ്മൾ ഇതിൽ ഒരു ക്യാരക്ടർ, നമുക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമ്മളത് എങ്ങനെ ഹാൻഡിൽ ചെയ്യും, അത് നമ്മൾ മുന്നോട്ട് പോകണം. ലാലേട്ടനൊക്കെ ഓടുന്ന കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. കാരണം മേലൊക്കെ വന്ന് ഓരോ സാധനങ്ങൾ തട്ടുന്നുണ്ട്, ഭയങ്കര ഊക്കില്, ഗൺഷോട്ടൊക്കെ പോലെ ഭയങ്കര പെയിനാണ്. അപ്പൊ ഇതൊക്കെ സഹിച്ച് പുള്ളിക്കാരൻ ഓടുന്നുണ്ട്. അപ്പൊ ഇത്രയും വലിയൊരു ആക്ടറാണ് പുള്ളിക്കാരൻ പോലും ഇതെല്ലാം സഫർ ചെയ്തിട്ട് ഇപ്പോഴും മൂവീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ലെവലിലേക്കൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് അത് കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ അങ്ങനെ ഓടുന്നത്. പക്ഷെ ഓടി കഴിഞ്ഞിട്ടാണ് നമ്മളെല്ലാവരും ഇങ്ങനെ ചർച്ച ചെയ്യുന്നു, അവിടെ ഇവിടെയൊക്കെ മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്, ചെറുതായിട്ട് ചില സ്ഥലത്ത് ബ്ലഡ് വരുന്നുണ്ട്. അത് കുറേയൊക്കെ ഈ ഫിലിമിൽ അങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ. പിന്നെ ഈ പറഞ്ഞ പോലെ ക്ലൈമറ്റ് ചേഞ്ച് ഭയങ്കരമായിരുന്നു. നമുക്ക് ഒന്നാമത് സഹിക്കാൻ പറ്റാത്ത തണുപ്പുള്ള കാലഘട്ടം, ജനുവരിയിലൊക്കെ മൈനസിലേക്കൊക്കെ പോകുന്നുണ്ട്. ആ സമയത്ത് ഇങ്ങനെ വളരെ നമ്മൾ ഡ്രസ്സിങ് ഒക്കെ ആയാലും ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര തണുപ്പാണ്. അപ്പൊ അത് സഹിക്കണം. മരുഭൂമിയിലൊക്കെ പോയി ഷൂട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഭയങ്കര ചൂട്. അപ്പൊ ഈ ചൂടിനെ സഹിക്കണം. പിന്നെ വെച്ചാൽ നമുക്ക് ഈ കാരവാനൊക്കെ ഒരുപാട് ദൂരത്താണ്. അപ്പൊ നമുക്ക് ഈ ഒരു ഷോട്ട് കഴിഞ്ഞാൽ അടുത്ത ഷോട്ടിന് കാരവാനിൽ പോയി റെസ്റ്റ് ചെയ്യാനുള്ള സമയമൊന്നുമില്ല. ഒരു ടെന്റ് അടിച്ചിട്ടുണ്ട്, അവിടെ ഒരു കൂളർ വെച്ചിട്ടുണ്ട്, അതിന് ചുറ്റിലാണ് ലാലേട്ടനും ഞങ്ങൾ എല്ലാവരും ഇരിക്കുന്നത്. നമുക്ക് ആ കൂളർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്ത് ആണ്. അപ്പൊ ഇത്രയും ഒരു യൂണിറ്റി ഈ ഒരു ഫിലിമിലെ ക്യാരക്ടേഴ്സ് തമ്മിലും പുറത്തും അകത്തൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ലാലേട്ടനും നിങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് ഇരുന്നതെന്ന് പറഞ്ഞു. സാധാരണ നമ്മൾ കേൾക്കാറുണ്ട്, വലിയ വലിയ സൂപ്പർ സ്റ്റാർസൊക്കെ ഈ ഷോട്ട് കഴിഞ്ഞ ഉടൻ തന്നെ അവർ കാരവാനിൽ പോയി ഇരിക്കും എന്നാണ് നമ്മൾ പൊതുവെ കേൾക്കാറുള്ളത്. അപ്പോഴാണ് ഇപ്പോൾ സഞ്ജന പറയുന്നത് ലാലേട്ടൻ നിങ്ങളോടൊപ്പം എല്ലാം ഇരുന്നു, സംസാരിച്ചു. അതൊക്കെ എങ്ങനെയായിരുന്നു? കാരണം ഞാൻ കേട്ടിട്ടുണ്ട്, ഇപ്പം ആർട്ടിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സിനിമ മാത്രമല്ല, ഇപ്പം ഡാൻസിനെ കുറിച്ചാണെങ്കിലും സംഗീതത്തെക്കുറിച്ചാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു അറിവ് എന്ന് പറയുന്നതിനെക്കാട്ടിയും ജ്ഞാനം എന്നുള്ള ആ വാക്കായിരിക്കും കുറച്ചുകൂടി ഉചിതമായി
എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അദ്ദേഹവുമായിട്ട് നൃത്തത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ പരിചയപ്പെടുന്നതിന് അങ്ങനെ ഞാനൊരു ഡാൻസറാണ്, ഇങ്ങനെ സെന്റ് തെരേസസിലെ സ്റ്റുഡന്റ് ആണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പരിചയപ്പെടുന്നത്. ആ പരിചയപ്പെട്ട അന്ന് മുതൽ ഞങ്ങൾ സംസാരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മെയിൻ ഡാൻസ് ആയിരിക്കും. സാറിന് എത്രത്തോളം അറിവ് ക്ലാസിക്കൽ ഡാൻസ് അല്ലെങ്കിൽ ഇന്ത്യൻ ക്ലാസിക്കൽ പല ഡാൻസ് സ്റ്റൈലിനെ കുറിച്ചിട്ടും വ്യക്തമായ ധാരണ ലാലേട്ടനുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ പുള്ളിക്കാരൻ്റെ കമലദളവും വാനപ്രസ്ഥവും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് പുള്ളിക്കാരനോട് ഒരു ആരാധനയാണ്. പ്രത്യേകിച്ച് ഒരു ഡാൻസർ ആയിരിക്കുന്നതുകൊണ്ട് എനിക്ക് വളരെയധികം ആരാധന കൂടുതലാണ് അത്തരം ക്യാരക്ടേഴ്സ് പുള്ളി ചെയ്യുന്നതുകൊണ്ട്. ഒരുപാട് ചർച്ചകളൊക്കെ ഈ ഡാൻസിനെ കുറിച്ച് ഉണ്ടാവുകയും ഒരുപാട് ഡാൻസ് വീഡിയോ എൻ്റെ പുള്ളിക്കാരൻ കണ്ടു, നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. എൻ്റെ ഫോൺ മേടിച്ചു, ഡാൻസിൻ്റെ വീഡിയോസും റീൽസും ഒക്കെ കണ്ടു. അതിൽ ഞാനൊരു മൂവിയുടെ സോങ് ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റേജിൽ രാജസ്ഥാനിൽ. അപ്പോൾ ആ വീഡിയോ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു. അങ്ങനെ ഡാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ സൊനാലിയും ഞങ്ങളെല്ലാവരും ഇരിക്കുമ്പോഴൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരുമിച്ചിരിക്കുന്നത് ഞാനും പ്രതീക്ഷിച്ചില്ല. ഞാനും അറിഞ്ഞിട്ടുള്ളത് ഇങ്ങനെ കാരവാനിൽ മാത്രമല്ലേ ഇരിക്കുള്ളൂ, കുറച്ച് ഇതുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് അടുത്ത് പോയിരിക്കാൻ മടിയാണ്. ഇപ്പോൾ ഒരു 1-2 കൂളറൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ലാലേട്ടൻ്റെ അടുത്ത് പോയിരിക്കാൻ മോശമല്ലേ. അപ്പോൾ പുള്ളിക്കാരൻ തന്നെ നമ്മൾ വിളിച്ച് അവിടെ ഇരുത്തി കൂളറൊക്കെ സെറ്റ് ചെയ്തെന്ന് എല്ലാ ഹെൽപ്പും പുള്ളിക്കാരൻ ചെയ്യുന്നത്. അതുപോലെ ആർട്ടിസ്റ്റുകളോട് മാത്രമല്ല, സെറ്റിലെ എല്ലാവരും ജൂനിയർ ആർട്ടിസ്റ്റുകളായാലും അവിടെ വർക്ക് ചെയ്യുന്ന ഓരോരോ ചെറിയ ആർട്ടിസ്റ്റുകളോടൊക്കെ ആയാലും നല്ല വിശേഷങ്ങൾ ചോദിക്കാനും സംസാരിക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ പുള്ളിക്കാരൻ ഭയങ്കര കോപ്പറേറ്റ് ആണ് എല്ലാവരായിട്ടും. ഭയങ്കര സ്നേഹമാണ് അവർക്ക്.